നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ ആമിർ ഖാനും ഷാരൂഖ് ഖാനും തമ്മിലുള്ള ബന്ധം ഒരിടയ്ക്ക് എന്നും ആരാധകരുടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. കടുത്ത പ്രൊഫഷണൽ മത്സരത്തിൽ നിന്ന് അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഇരുവരുടെയും ബന്ധത്തിൽ ഏറെ വിവാദങ്ങളായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു 2008 ആമിർ ഖാൻ തന്റെ വ്ലോഗിൽ ഷാരൂഖ് ഖാനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം. ഷാരൂഖ് തന്റെ കാലുകൾ നക്കുകയാണ്, ഞാൻ ഇടയ്ക്ക് അവന് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഇനി എനിക്ക് എന്താണ് വേണ്ടത് എന്നായിരുന്നു ആമിറിന്റെ ബ്ലോഗിലെ വാചകം. ഷാരൂഖ് ഖാനെ പരിഹസിച്ചാണ് ആമിർ ഇങ്ങനെ എഴുതിയതെന്ന തരത്തിലുള്ള ഇതോടെ വലിയ വിമർശനങ്ങളും ഉയരുകയുണ്ടായി. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ആമിർ പരാമർശിച്ച ഷാരൂഖ് ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ അല്ല. പജ്ഗനിലെ തന്റെ വസതിയിലുണ്ടായിരുന്ന ഒരു നായയായിരുന്നു അങ്ങനെ പരാമർശിച്ചത്. വ്ലോഗിൽ ആമിർ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഒരു താഴ്വരയുടെ അരികിൽ സമുദ്രത്തിനിപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിലുള്ള ഒരു മരച്ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മി, ഇറ, ജുനൈദ് ഇവർ എനിക്കൊപ്പം പ്രിയപ്പെട്ട ബോർഡ് ഗെയിം കളിക്കുകയാണ്. ഷാരൂഖ് തന്റെ കാലുകൾ നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടെ അവന് ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. ഇതിലധികം സന്തോഷം വേറെ എന്താണ് വേണ്ടത് എന്നായിരുന്നു കുറിപ്പ്. വിവാദമുണ്ടായതോടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ആമിർ തന്നെ വിശദീകരണവുമായി എത്തുകയും ചെയ്തിരുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഷാരൂഖ് ഞങ്ങളുടെ നായയുടെ പേരാണ്. അതിന് ആ പേര് നൽകിയതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. സത്യത്തിൽ അത് ഞങ്ങളുടെ വീട്ടിലെ കെയർടേക്കർമാരുടെ നായയാണ്. ഞാൻ ഈ വീട് വാങ്ങിയ സമയത്ത് കെയർടേക്കർമാരുടെ അവരുടെ നായയും കൂടിയാണ് എനിക്ക് കിട്ടിയതെന്നും അമീർ കുറിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ നായ്ക്ക് ഷാരൂഖ് എന്ന് പേര് വന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഷാരൂഖ് ഖാൻ ഈ വീട്ടിൽ ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ ഷൂട്ടിനായി എത്തിയിരുന്നു. അതേസമയം തന്നെയാണ് കെയർടേക്കർമാർ ഒരു നായക്കുട്ടിയെ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് അതിന് ഷാരൂഖ് എന്ന് പേരിട്ടത്. ഷാരൂഖ് എന്ന പേരുള്ള ഒരു നായയോട് കൂടി വീടാണ് ഞാൻ വാങ്ങിയതെന്നത് യാദൃശികം മാത്രമാണ്. എന്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് ആ നായ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് എന്നതാണ്. അങ്ങനെ ചെയ്യാൻ ഷാരൂഖ് ഖാന്റെ കടുത്ത ആരാധകനൊന്നും ആയിരുന്നില്ലല്ലോ ഞാനെന്നും ആമിർ ഖാൻ തമാശയായി എഴുതുകയുണ്ടായി. വ്ലോഗിന്റെ അവസാനത്തിലും അദ്ദേഹം ഒരു കൗതുകകരമായ കുറിപ്പ് ചേർത്തിരുന്നു. ഷാരൂഖ് വീണ്ടും തന്റെ ശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടി യാചിക്കുകയാണ്. അതിനാൽ ഞാൻ അവന്റെ അടുത്തേക്ക് പോകട്ടെ, അവനെ നന്നായി മണക്കുന്നുണ്ട്, ഒന്ന് കുളിപ്പിക്കണം, ഹീൽ ബോയ് ഹീൽ എന്നായിരുന്നു ആമിർ ഖാന്റെ വാക്കുകൾ. എന്നാൽ ഈ തമാശ ഷാരൂഖ് ഖാന്റെ ആരാധകർക്ക് അത്ര രസിച്ചില്ല. ഇരുവരും തമ്മിൽ അന്ന് കടുത്ത മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ ആമിർ മനഃപൂർവ്വം ഷാരൂഖ് ഖാനെ അപമാനിക്കുകയാണെന്നായിരുന്നു ഷാരൂഖ് ആരാധകർ അന്ന് വിമർശിച്ച് കുറിച്ചിരുന്നത്. വിവാദം ശക്തമായതോടെ ആമിർ ഖാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തമാശയുടെ ഭാഗമായി എഴുതിയതാണ്. എന്റെ ആരാധകരുടെയോ ഷാരൂഖിന്റെ ആരാധകരുടെയോ വികാരത്തെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം അന്ന് അതിൽ പ്രതികരിച്ച് എഴുതിയത്. ഇതിനോട് ഷാരൂഖ് ഖാനും പതിവ് ശൈലിയിലുള്ള നർമ്മത്തോടെയാണ് മറുപടി നൽകിയിരുന്നത്. മുമ്പൊക്കെ പ്രശസ്തരുടെ പേരാണ് ആളുകൾ കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ ഒരു നായക്ക് പ്രശസ്തന്റെ പേര് നൽകുന്നത് പുതിയൊരു തുടക്കമാകട്ടെ. വാണിജ്യ ആവശ്യങ്ങൾക്കല്ലെങ്കിൽ എന്റെ പേരിന്മേൽ എനിക്ക് പകർപ്പവകാശം ഒന്നും തന്നെ ഇല്ല എന്നുമായിരുന്നു ഷാരൂഖ് ഖാന്റെ പ്രതികരണം. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവത്തെക്കുറിച്ച് ആമിർ ഖാൻ വീണ്ടും സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അന്നത്തെ മത്സരത്തിന്റെ ഭാഗമായി താനും ഷാരൂഖും പരസ്പരം തമാശകളും കുത്തുവാക്കുകളും പറഞ്ഞിരുന്നുവെന്നും അവാർഡ് വേദികളിൽ വരെ ഷാരൂഖ് തന്നെ കളിയാക്കുമായിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നത്. കാലക്രമേണ ഇരുവരും തമ്മിലുള്ള മത്സരവും വിവാദങ്ങളും അവസാനിക്കുകയും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുകയായിരുന്നു. ഇതുപോലെ തന്നെ ബോളിവുഡിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥകളിൽ ഒന്നായിരുന്നു ഷാരൂഖ് ഖാനും ഗൗരി ഖാനും തമ്മിലുള്ള പ്രണയം. ഇന്നും വിശേഷിക്കപ്പെടുന്നത് അത് മനോഹരമാണ് എന്ന് തന്നെയാണ്. എന്നാൽ പ്രണയ വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള അവരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. വ്യത്യസ്തമായ മതങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ഗൗരിയും കുടുംബവും ആദ്യം ഈ ബന്ധത്തെ ശക്തിയായി എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഗൗരിയുടെ മാതാപിതാക്കളുടെ വിശ്വാസം നേടാനുമായി ഷാരൂഖ് സ്വന്തം പേര് വരെ മാറ്റി ഉപയോഗിച്ചു എന്നാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. മുഷ്താഖ് ഷെയ്ഖ് രചിച്ച ഷാരൂഖ് ഖാൻ എന്ന പുസ്തകത്തിലാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പുസ്തകത്തിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുതിർന്ന താരങ്ങളായിട്ടുള്ള ജിതേന്ദ്രനോടും രാജേന്ദ്ര കുമാറിനോടുമുള്ള ആദരസൂചകമായി ഷാരൂഖ് ജിതേന്ദ്ര കുമാർ തുള്ളി എന്ന പേരും ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു. രാജേന്ദ്ര കുമാറിന്റെ മുഴുവൻ പേര് രാജേന്ദ്ര കുമാർ തുള്ളി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പേര് നടൻ ഉപയോഗിച്ചിരുന്നത്. വിവാഹത്തിലും ഷാരൂഖ് ഖാനും ഗൗരിയും ഹിന്ദു മുസ്ലിം ആചാരങ്ങളെ ഒരുപോലെ ആദരിച്ചിരുന്നു. ഹിന്ദു പ്രകാരമുള്ള വിവാഹവും മുസ്ലിം മതാചാര പ്രകാരമുള്ള നിക്കാഹും നടത്തിയിരുന്നു. ഷാരൂഖ് ഹിന്ദു പേര് സ്വീകരിച്ചപ്പോൾ ഗൗരി നിക്കാഹിനായി ആയിഷ എന്ന പേരും സ്വീകരിച്ചിരുന്നു. ഇക്കാര്യം ഞങ്ങൾ അധികം പേരോടും പറഞ്ഞിട്ടില്ല എന്നാണ് പുസ്തകത്തിൽ ഷാരൂഖ് പറയുന്നത്. വിവാഹ സമയത്ത് ഗൗരിക്ക് 21 വയസ്സും ഷാരൂഖ് 26 വയസ്സുമായിരുന്നു. അഭിനയ രംഗത്തേക്ക് ഷാരൂഖ് ആ സമയത്ത്
അരങ്ങേറ്റം കുറിച്ച സമയമായിരുന്നു. അതിനൊപ്പം വ്യത്യസ്തമായ മതത്തിന്റെ ആളാണ് മകളുടെ വരൻ എന്നതും ഗൗരിയുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാനും അദ്ദേഹം ഒരു ഹിന്ദു യുവാവാണെന്ന് അവരെ വിശ്വസിപ്പിക്കാനുമായിട്ടായിരുന്നു ഷാരൂഖ് തന്റെ പേര് അഭിനവ് എന്നാക്കി മാറ്റിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ തീരുമാനത്തെക്കുറിച്ച് ഗൗരി തന്നെ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അന്ന് വളരെ ചെറുപ്പമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന തീരുമാനം തന്നെ വലിയ വിനയായിരുന്നു. അതും സിനിമയിലേക്ക് ചുവടുവെച്ച മറ്റൊരു മതത്തിൽപ്പെട്ട ആളുമായിട്ടാണ് താൻ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു യുവാവാണ് എന്ന് എന്റെ വീട്ടുകാർക്ക് തോന്നിക്കാനായി ഷാരൂഖ് തന്റെ പേര് അഭിനവ് എന്ന് മാറ്റുകയായിരുന്നു. എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം വളരെ ബാലിശവും വിഡ്ഢിത്തവുമായിരുന്നു എന്ന് അബു ജാനിയുടെ സന്ദീപ് ഗ്ലോഷിയുടെ ഫസ്റ്റ് ലേഡീസ് എന്ന ഷോയിൽ സംസാരിക്കവേ ഗൗരി പറയുകയുണ്ടായി. ആദ്യകാലത്ത് ഗൗരിയുടെ മാതാപിതാക്കൾ ഇരുവരും ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് കുടുംബങ്ങളുടെ പിന്തുണയോടെ 1991 ഒക്ടോബർ 25 ഷാരൂഖും ഗൗരിയും വിവാഹിതരാവുകയായിരുന്നു. ഇന്ന് ആര്യൻ, സുഹാന, അബ്ബാം എന്നീ 3 മക്കളുമായി സന്തോഷകരമായ കുടുംബജീവിതമാണ് ഇരുവരും നയിക്കുന്നത്. ബോളിവുഡിലെ മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിലാണ് ഇരുവരുടെയും സ്ഥാനം ഇപ്പോഴുള്ളത്. അതേ അഭിമുഖത്തിൽ തന്നെ മക്കൾ വീട്ടിൽ ഹിന്ദു മുസ്ലിം ആഘോഷങ്ങളെ ഒരുപോലെ അംഗീകരിക്കുന്നതിനെ കുറിച്ചും ആഘോഷിക്കുന്നതിനെ കുറിച്ചും ഗൗരി സംസാരിക്കുകയുണ്ടായി. ദീപാവലി വരുമ്പോൾ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ഞാനാണ്. കുടുംബത്തിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈദ് വരുമ്പോൾ നേതൃത്വം നൽകുന്നത് ഷാരൂഖുമാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതെല്ലാം വളരെ മനോഹരമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മക്കളും അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. സത്യത്തിൽ ഷാരൂഖ് പറയുന്ന കാര്യങ്ങളിലേക്കാണ് അവർക്ക് കൂടുതൽ ചായ്വുള്ളത്. അവർക്ക് ദീപാവലി ആയാലും ഈദായാലും ഒരുപോലെ ആഘോഷവും സന്തോഷവുമാണ് എന്നുമായിരുന്നു ഗൗരി പറഞ്ഞത്.